ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് വീട്ടിൽ നിന്നുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂട്ടിലങ്ങാടി വീട്ടിൽ നിന്നാണ് കൂടുതലും ലോങ് വീഡിയോസ് ഇപ്പോൾ ഇടാറില്ലേ. ഇവിടെ നിന്ന് ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളിവിടെ കോഴിക്കോട് തലേദിവസം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു യാത്രയൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം വൈകുന്നേരം ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം തന്നെ ചെയ്തു വെച്ചു. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതാ തലേദിവസം രാത്രി തന്നെ ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ചും കൂടെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് വെക്കട്ടെ. ഇന്ന് ഞാനൊരു യാത്ര പോകാണ്ട് ഒന്ന് കൊച്ചിയിൽ പോകാനുണ്ട്. അപ്പം നമ്മൾ കോഴിക്കോട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ. പിന്നെ കുറച്ച് കുട്ടികൾക്കും ഹസ്ബൻഡുകാർക്കും ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് എനിക്ക് കൊച്ചിയിൽ പോകാണ്ട്. അപ്പോൾ 9 മണിക്ക്, രാവിലെ 9 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. വന്ദേ ഭാരതിനാണ് പോണത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കട്ടെ കേട്ടോ. എന്തിനാണ് പോകണമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വഴുകി പറയാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി അസ്കർക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കട്ടെ. അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇനിയിപ്പം ഞാനിവിടെ പത്തിരിയും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയം ഒരുപാട് പോവുകയും ചെയ്യും. നമ്മൾ പിന്നെ അധികമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാത്തതല്ലേ. അപ്പോൾ പിന്നെ എല്ലാം ഒരു മെനക്കേടാവും. പിന്നെ പത്തിരി ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു പത്തിരിയൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ പിന്നെ അത് കൊണ്ടുവരാൻ വിചാരിച്ചു. അപ്പോൾ തലേദിവസം നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം എന്തൊക്കെയാണുള്ളത് നോക്കി നോക്കട്ടെ. ഫ്രിഡ്ജിൽ 2-3 സവാളയും 2 തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കട്ടിംഗ് ബോർഡും വുഡിൻ്റെ സ്പാച്ചിലൊക്കെ വെക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഇട്ട് വെക്കൽ. അപ്പം അത് നിൽക്കട്ടെ. ഓക്കെ. ഈ വുഡിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐഡിയ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത്. അതിന് മുന്നേയൊക്കെ നമ്മൾ പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഈ കട്ടിംഗ് ബോർഡിലൊക്കെ പൂപ്പൽ പിടിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഇതാ കറുപ്പ് കളറുണ്ട്. അതൊക്കെ അതിൻ്റെ മുന്നേ ആയതാട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അതിൽ പൂപ്പലും കറുപ്പ് പാടുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സവാളയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ഒരു 2-3 മാസം മുന്നേ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം അല്ലേ. അപ്പോൾ ഇത് അഗാരോൻ്റെ സ്റ്റീമറാണ് കേട്ടോ. സ്റ്റീമർ കം കെറ്റിലാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ തക്കാളിയൊക്കെ. കുറച്ച് ചെറിയരി കഞ്ഞിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. തലേ ദിവസമൊക്കെ നമ്മൾ വന്നപ്പോൾ രാത്രി പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉച്ചക്ക് അവർക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയരി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി വീണ്ടും അവർ പുറത്തുനിന്ന് കഴിക്കും. ഞാൻ മാത്രമാണ് കേട്ടോ കൊച്ചിയിൽ പോണത്. കുട്ടികളും അസ്കറിക്കും വരുന്നില്ല. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മുട്ടയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ വരകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടയിൽ ആ മസാലയൊക്കെ പിടിക്കുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരകി ഉണ്ടാക്കിയിട്ട് ഒഴിക്കുന്നതിനേക്കാളും ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ട് തോന്നും കേട്ടോ കറി. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വലിയ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഇടാൻ മറന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചു കൊടുക്കുകയാണ്, അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഫ്രഷ് ക്രീമും ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ആയിക്കഴിഞ്ഞാൽ തന്നെ കറി നല്ല തിക്കായിട്ട് നല്ല റിച്ചായിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും അതുപോലെ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മല്ലിയിലൻ്റെ ഒരു കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ മല്ലിയില. അത് ഒരുപാട് പേര് ആഫ്രിക്കൻ മല്ലി എന്നാണ് ഇതിന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇട്ടാൽ മതിയായിരുന്നു, എനിക്കപ്പോൾ ഓർമ്മ വന്നില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ കറി അങ്ങനെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചു. ആഫ്രിക്കൻ മല്ലി നമ്മളിവിടെ വീട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെക്യൂരിറ്റി കൊണ്ട് തന്നതായിരുന്നു അതിൻ്റെ തൈകൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേഗത്തിൽ കുളിച്ച് വരട്ടെ, എന്നിട്ട് വേണം ചായ കുടിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോൾ ട്രെയിൻ ഉണ്ട്. അപ്പം 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ട് വേഗം ഒന്ന് പോയി കുളിച്ച് വന്നു കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഷെയ്സൂട്ടന് ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് ഒറ്റക്കൊരു യാത്ര പോണത്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞാനും ഷേസിയും എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളും കൂടെ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് പോണത്. പിന്നെ ഇന്ന് വന്ദേ ഭാരതിലാണ് പോണത്, അതും ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇന്ന് എനിക്കെല്ലാം കുറച്ച് പുതുമയുള്ള കാര്യങ്ങളാണ് നടക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ ഷെയ്സും പോന്നു കേട്ടോ. ആദ്യം അസ്കർക്ക് മാത്രം ആക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഷെയ്സിനും പോരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷെയ്സിനെയും കൂട്ടിയിട്ടുണ്ട്. ഷെയ്സിനും അവിടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് പോണത് എന്തിനാണെന്നറിയോ, അവിടെ ഒരു ഹോൾസെയിലേഴ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ അനോക്കിൻ്റെ പേജിലേക്ക് നമുക്ക് കുറച്ച് ഡീലേഴ്സിനെയും ഒക്കെ കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൊച്ചിയിൽ പോണത് കേട്ടോ. അപ്പോൾ ഇതാ വന്ദേ ഭാരതിലാണ് പോണത്. അപ്പം ട്രെയിൻ വന്നു, ഞാൻ കയറിയിരുന്ന് പിന്നെ അസ്കർക്കയും ഷെയ്സും തിരിച്ചു പോയി കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം TTR ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇതാ എൻ്റെ സ്കൂൾ മേറ്റ് ആയിട്ടുള്ള മൻസൂറാണ് കേട്ടോ അതിൽ TTR ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, നല്ല സന്തോഷമായിട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ട്രെയിനിൽ നിന്ന് പിന്നെ നല്ല കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലൊരു അനുഭവം. നമുക്ക് ട്രെയിനിൽ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ വന്ദേ ഭാരത് യാത്ര, ഒറ്റയ്ക്കുള്ള യാത്ര നല്ലത് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഫുൾ സേഫായിട്ട് തന്നെ ഇതാ ഞാൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ ഫ്ലാറ്റിലെത്തി ഒന്ന് ഫ്രഷ് ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവളുടെ നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ ഷബുവിൻ്റെ നല്ല യമ്മി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഇതാ നമുക്ക് ഒരു വൈകുന്നേരം ഒരു ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു നമ്മളുടെ അനോക്കിൻ്റെ പേജിലേക്ക്. ഇത് അനോക്കിൻ്റെ ഷ്രഗാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അതുപോലെ അനോക്കിൻ്റെ മാലയും വളയും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഷബും അനോക്കിൻ്റെ സൽവാർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തൊരു ചെറിയൊരു ഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് അടുത്ത ദിവസം ഉച്ചയ്ക്ക് എനിക്ക് തിരിച്ച് പോവും വേണം കേട്ടോ, എക്സ്പോ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അനോക്കിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സൽവാറിൻ്റെയും അതുപോലെ തന്നെ സൽവാറല്ല ഷ്രഗിൻ്റെയും സാരീസിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും ആണ് മീറ്റ് ചെയ്യാറ്. ഞാൻ മലപ്പുറം, കോഴിക്കോടോ അല്ലെങ്കിൽ ഇവിടെ കൊച്ചിയിലുമാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കാണൽ വളരെ കുറവാണ്. അപ്പോൾ കണ്ടപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഇല്ലം പോലത്തെ ഒരു വീട്, നല്ല പുറത്തൊക്കെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയാണ്, അനോക് എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ്. അപ്പോൾ അതിൽ സാരീസും സൽവാർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു റീല് ഷൂട്ട് ചെയ്തിട്ട് ഇതാ ബ്രേക്കിൽ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഒരു കവർ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഫ്രണ്ടും കൂടെ. അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് സാരി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ അനോക്കിലെ സാരിയാണ് കേട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരി ആയിരുന്നു. ഇതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഗുലാബി എന്നാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരിയും കൂടെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ സാരി എടുത്തിട്ട് അങ്ങനെ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അനോക്കിൻ്റെ. നമ്മളുടെ അനോക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ ഉറങ്ങി. ഇതാ രാവിലെ എണീറ്റ് ഇനി ഞങ്ങൾക്ക് ഇന്നാണ് എക്സ്പോ ഉള്ളത്. അപ്പം ഷബുവിന് കുട്ടികളെ സ്കൂളിൽ വിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ റെഡി ആയിട്ട് ഞങ്ങളും അങ്ങനെ എക്സ്പോക്ക് ഇറങ്ങാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അനോക്കിൻ്റെ ഒരു ചിക്കൻ കറി കുർത്തി സെറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. മെട്രോയിൽ കയറിയിട്ട് അങ്ങനെ ആലുവയിലേക്ക് പോവും. ആലുവയിൽ നിന്ന് അങ്കമാലിയിലാണ് നമുക്ക് എക്സ്പോ ഉള്ളത്. അപ്പോൾ ഞങ്ങളിതപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഊബറിൽ അങ്ങനെ അങ്കമാലി അഡ്ലെക്സിലാണ് കേട്ടോ നമുക്ക് എക്സ്പോ ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് അവിടെ അഡ്ലെക്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അഡ്ലെക്സിൽ ആണ് എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇതവിടെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ഡേ ആണ്, മൺഡേയും ട്യൂസ്ഡേ ആണ് അവിടെ എക്സ്പോ ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സൂറത്ത്, കൊൽക്കത്ത, മുംബൈ, ജയ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഹോൾസെയിലേഴ്സാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെന്നപ്പം ടാഗും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റാളുകളായിട്ട് പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പോകളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ള ഡീലേഴ്സിനെ ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയും റേറ്റ് വൈസ് ആയാലൊക്കെ കമ്പാരിസണൊക്കെ നമുക്ക് ഈസിയാണ്.
അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെയുള്ള പാരഗണിന്ന് ഫുഡും കഴിച്ചു കേട്ടോ. നല്ല തിരക്കായിരുന്നു. എക്സ്പോയിലുള്ള ആളുകൾ തന്നെ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പം ഞാൻ മലപ്പുറത്തേക്കും തിരിച്ചു പോന്നു, ഷബു അങ്ങനെ ഓൾഡ് ഫ്ലാറ്റിലേക്കും തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇതും എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബസ്സിൽ ഇത്രയും ലോങ് ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും നല്ലതാട്ടോ, എല്ലാം നമ്മൾ അറിയണമല്ലോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.